തസ്കിയ 82. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലിൽ ഒരു തെമ്മാടിയായ മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ അതിരുവിട്ട ജീവിതം ആ നാട്ടുകാർക്ക് വലിയ തലവേദനയായി. അവർ അള്ളാഹുവിനോട് ഈ വിഷയത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തേടിയെത്തി. അദ്ദേഹത്തെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കാനായിരുന്നു വഹി. ആ നാട്ടിൽ അദ്ദേഹം കാരണമായി അദാബിറങ്ങാതിരിക്കാനും ജനങ്ങൾ സുരക്ഷിതരാവാനും വേണ്ടിയായിരുന്നു അത്. ആ നാട്ടിൽ നിന്നൊരു ഗ്രാമത്തിലേക്ക് മൂസാ നബി അയാളെ നാടുകടത്തി. ആ ഗ്രാമത്തിൽ നിന്നും അയാളെ പുറത്താക്കാൻ വീണ്ടും വഹി വന്നു. അങ്ങനെ ആരുമില്ലാത്ത, കൃഷിയും പക്ഷികൾ പോലുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാടുകടത്തുകയായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ. അങ്ങനെ അയാൾ ആ മരുഭൂമിയിൽ രോഗിയായി. അയാളെ സഹായിക്കാൻ ആരുമില്ല. അയാൾ നിലത്ത് കിടന്നു, മുഖം നിലത്തമർത്തി വെച്ചിട്ട് അയാൾ പറയാണ്, എൻ്റെ ഉമ്മച്ചി എൻ്റെ തലക്കരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോട് വാത്സല്യം കാണിച്ചേനെ. എൻ്റെ പിതാവ് എൻ്റെ സമീപസ്ഥനായിരുന്നുവെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് എന്നെ സഹായിച്ചേനെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേയസി എവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ വേർപാടിൽ അവൾ കരഞ്ഞേനെ. എൻ്റെ പിഞ്ചു മക്കൾ എൻ്റെ സമീപത്തുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജനാസയ്ക്ക് പിറകിൽ അവർ കരയുമായിരുന്നു. അവരൊക്കെ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നേനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദിനൽ ഗരീബ് അൽ ലഈഫ് അൽ ആസി അൽ ഫാസിഖ് അൽ മത്റൂദ് മിൻ ബലദിഹി ഇലാ ഖറിയ വ മിൻ ഖറിയ ഇലാ മഫാസ. എൻ്റെ പ്രിയപ്പെട്ട പിതാവിന്, വിദേശിയായ പിതാവിന്, ബലഹീനനായ എൻ്റെ ഉപ്പാക്ക്, ദോഷിയായ ഫാസിക്കായ നാട്ടിൽ നിന്ന് ഗ്രാമത്തിലേക്കും, ഗ്രാമത്തിൽ നിന്ന് മരുഭൂമിയിലേക്കും, മരുഭൂമിയിൽ നിന്ന് അവസാനമായി എല്ലാം നിരാശപ്പെട്ട് ആഖിറത്തിലേക്കും പുറപ്പെട്ട എൻ്റെ പിതാവിന് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്നവർ ദുആ ചെയ്യുമായിരുന്നേനെ. എന്നാൽ അദ്ദേഹം ദ്വാരക്കുകയാണ്, അല്ലാഹുമ്മ ഖത്തഅതനി അൻ വാലിദയ്യ വ ഔലാദി വ സൗജത്തി. എൻ്റെ മാതാപിതാക്കളെ തൊട്ട്, എൻ്റെ മക്കളെ തൊട്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ തൊട്ട് എന്നെ നീ വിച്ഛേദിച്ചിരിക്കുകയാണ് അല്ലാഹുവേ. അങ്ങനെയാണെങ്കിലും ഫലാ തഖ്തഅനി മിർ റഹ്മതി, നിന്റെ മഹത്തായ കാരുണ്യത്തെ തൊട്ട് എന്നെ നീ വിച്ഛേദിക്കരുതേ. ഫഇന്നക അഹറഖ്ത ഖൽബി ബിഫിറാഖിഹിം, അവരെ വേർപെട്ട ആ വേർപാടിലൂടെ, ആ വിരഹത്തിലൂടെ എൻ്റെ മനസ്സിനെ നീ കരിച്ചു കളഞ്ഞിരിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കൊണ്ട്, നരകത്തിനെ തീ കൊണ്ട് എന്നെ കരിച്ചു കളയല്ലേ അല്ലാ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആ സ്വീകരിച്ചു. അയാൾ ഉമ്മയുടെ രൂപത്തിൽ, അയാളെ ഭാര്യമാരുടെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അപ്സരസ്സുകളെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് മക്കളെ രൂപത്തിലും കോലത്തിലുമായിട്ട് ചില കുട്ടികളെയും മാതാപിതാക്കളുടെ ശൈലിയിൽ, പിതാവിൻ്റെ ശൈലിയിൽ മൽക്കരിയം പറഞ്ഞയച്ചു. എന്നിട്ട് അവരെല്ലാവരും ഇയാളെ തലക്കുഭാഗത്തിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഇതാ എൻ്റെ പിതാവ്, എൻ്റെ ഉമ്മ ഇതാ, എൻ്റെ ഭാര്യ ഇതാ, എൻ്റെ മക്കളിതാ, അവരൊക്കെ എൻ്റെ സമീപത്തുണ്ട്. അയാൾ സ്വയം മനസ്സുകൊണ്ട് നിർവൃതി അടഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യം അയാൾ തേടി. അങ്ങനെ അള്ളാഹുവിനോട് അയാൾ പൊറുക്കലിനെ തേടി പശ്ചാത്തപിച്ചു മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറത്തു കൊടുത്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി നൽകുന്നു. മൂസാ നബി, ഇന്ന മരുഭൂമിയിൽ പോകണം, അവിടെ ഒരു മഹാനായ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്, അയാളെ ജനാസയ്ക്ക് ഹാജരായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കണം. അങ്ങനെ അയാൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ അന്ന് പുറത്താക്കിയ യുവാവിനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തൻ്റെ ചുറ്റും അപ്സരസ്സുകളെ മൂസാ നബി അലൈഹി സ്വലാം കാണുന്നു. അത്ഭുതത്തോടെ മഹാനവറുകൾ ദുആ ചെയ്യുന്നു, യാ റബ്ബി അമ ഹാദ الشاب الذي اخرجته من البلد من القريه بامرك. പടച്ചോനെ, ഈ യുവാവ്
നിന്റെ കൽപ്പന പ്രകാരം ഞാൻ പുറത്താക്കിയ മനുഷ്യനാണല്ലോ, പിന്നെന്തേ സംഭവിച്ചത്? അള്ളാഹു പറഞ്ഞു, മൂസാ നബി, ഞാൻ അയാൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അയാളുടെ രോദനം കാരണം ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. അയാൾ സ്വന്തം ഭാര്യയെയും മാതാപിതാക്കളെയും സന്താനങ്ങളെയും രാജ്യങ്ങളെയും വിട്ട് ഒരു വിദേശിയായിട്ടാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് വാത്സല്യം തോന്നി. കാരണം ഫൈന്നഹു ഇദാ മാത്തൽ ഗരീബ്, ഒരു വിദേശിയായ മനുഷ്യൻ മരിച്ചാൽ, ഒരു പ്രവാസ ജീവിതത്തിൽ മരിച്ചാൽ, ബക്ക അലൈഹി അഹ്ലുസ് സമാവാതി വ അഹ്ലുൽ അർളി റഹ്മത്തൻ ലഹു, ആകാശഭൂവാസികൾ അയാളോട് കാരുണ്യത്തിൻ്റെ പേരിൽ കരയും. ഫകൈഫ ലാ അർഹമുഹു വഅന അർഹമുർ റഹീമീൻ, എങ്കിൽ പിന്നെ അർഹമുർ റഹീമീനായ ഞാൻ എങ്ങനെയാണ് അയാൾക്ക് റഹ്മത്ത് ചെയ്യാതിരിക്കുക? ഇങ്ങനെ ആ മഹാനായ മനുഷ്യൻ, ഒരു വിദേശിയായ മനുഷ്യൻ, അയാൾ വിദേശത്ത് വെച്ച് ഒറ്റപ്പെട്ട രൂപത്തിൽ മരിച്ചപ്പോൾ അയാളെ മനസ്സ് പശ്ചാത്തപിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഫാസിക്കായിരുന്ന ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നുവെങ്കിലും അവസാനം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിണതിയിൽ അക്ഷമ കാണിക്കാതെ ക്ഷമിക്കുകയും അള്ളാഹുവിൽ വിലയം പ്രാപിക്കുകയും ചെയ്ത സമയത്ത് പടച്ച റബ്ബ് അയാളുടെ ആഖിറം നന്നാക്കി കൊടുത്തു, ആഖിബത്ത് നന്നാക്കി കൊടുത്തു, മരിപ്പിച്ച സംഭവമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിദേശിയായി മരിക്കുന്നവരോട് വലിയ വാത്സല്യം കാണിക്കുമെന്ന് ഹദീസിൽ കാണാം. യാ മലായിക്കത്തി ഹാദാ ഗരീബ് മുസാഫിർ തറക ഔലാദഹു വ അയാലഹു വ വാലിദൈഹി, മലക്കുകളെ, ഈ മനുഷ്യൻ വിദേശിയാണ്, യാത്രികനാണ്, മാതാപിതാക്കളെയും സന്താനങ്ങളെയും ഉപേക്ഷിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു ലതീഫും ബിഇബാദിഹി, അള്ളാഹു തൻ്റെ അടിമകളോട് ദയാവത്സലനാണ് എന്ന ആ ആയത്തിൻ്റെ അർത്ഥം അങ്ങനെയാണെന്ന് മഹാന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതു സാഹചര്യത്തിലും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ആക്കിബത്ത് തന്നെ വിജയപ്രദമാവാൻ കാരണമാകുമെന്ന സന്ദേശമാണ് ഇത് നമ്മോട് നൽകുന്നത്.